ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റെക്കോർഡ് നോട്ടുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിച്ച സ്റ്റിച്ചുകളൊക്കെ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെ സ്റ്റിച്ചാണ് പഠിച്ചതെന്നും അതിൻ്റെ വേരിയേഷൻസൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് റണ്ണിങ് സ്റ്റിച്ചാണ് അല്ലേ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ 3 സ്റ്റാൻഡ്സ് ഇട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റണ്ണിങ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്യാപ്പുകളും അതുപോലെ ആ സ്റ്റിച്ചും ഒരേ ലെങ്ത്തിലാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് ഒരേപോലെ വരാൻ നോക്കുക കേട്ടോ. ഇനി അടുത്തത് വിപ്പ്ഡ് റണ്ണിങ് ആണ് ചെയ്യുന്നത്. വിപ്പ്ഡ് റണ്ണിങ്ങും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ്. അത് നമ്മൾ ഫസ്റ്റ് ചെയ്തത് എങ്ങനെയാണ്, റണ്ണിങ് ചെയ്തതിന് ശേഷം വേറൊരു കളർ ത്രെഡ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇത് ഡബിൾ കളർ ത്രെഡ്, അതായത് റണ്ണിങ്ങിന് ഒരു കളറും അതുപോലെ തന്നെ വിപ്പ് ചെയ്യാനായിട്ട് വേറൊരു കളറുമാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് ഇത് റണ്ണിങ്ങിൻ്റെ വേരിയേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നത് റണ്ണിങ്ങിൻ്റെ വേരിയേഷൻസ് ആണ്. അടുത്തത് റണ്ണിങ് ഇൻ്റർലേസിങ്. റണ്ണിങ് ഇൻ്റർലേസിങ് എന്ന് പറയുന്നത് 2 റണ്ണിങ് ഒരേപോലെ ചെയ്യുക. 2 ലൈൻ വരച്ചിട്ട് നമ്മൾ 2 ലൈനും ഒരുപോലെ ചെയ്തെടുക്കുക. അതായത് മീദത്തെ റണ്ണിങ് എങ്ങനെയാണോ അതേ സെയിം അളവിൽ തന്നെ താഴത്തെ റണ്ണിങ്ങും വരണം. എന്നിട്ട് വേറൊരു കളർ ത്രെഡ് ഇട്ടിട്ട് ഇതുപോലെ ഇൻ്റർലേസ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഓരോ റണ്ണിങ്ങിൻ്റെയും ഇടയിലൂടെ നമ്മളത് ഇട്ട് കൊടുക്കണം, ക്ലോത്തിൽ ടച്ച് ചെയ്യാതെ കേട്ടോ. ഇത് ബോർഡർ സ്റ്റിച്ചൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ ഡ്രസ്സിൻ്റെ നെക്കിൽ സ്ലീവിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്ക് ബോർഡറായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ഇതുപോലെ ഡബിൾ കളർ ത്രെഡ് തന്നെയാണ്. അതായത് റണ്ണിങ്ങിനൊരു ത്രെഡും ഇൻ്റർലേസ് ചെയ്യാനായിട്ട് വേറൊരു ത്രെഡും എടുക്കാം. അടുത്തത് റണ്ണിങ് വിത്ത് വേവ്. റണ്ണിങ് വിത്ത് വേവും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ റണ്ണിങ് ചെയ്യാം. റണ്ണിങ് ചെയ്തതിന് ശേഷം ഇതേപോലെ മീതേക്കും താഴേക്കും ആയിട്ട് ഇങ്ങനെ റണ്ണിങ്ങിൻ്റെ ഉള്ളിലൂടെ എടുത്തു കൊടുക്കുക. അതായത് അതിൻ്റെ ഉള്ളിലൂടെ ക്ലോത്തിൽ ടച്ച് ചെയ്യാതെ എടുക്കുക കേട്ടോ. ഇതും ഡബിൾ കളർ ത്രെഡ് തന്നെയാണ്. അതായത് ഡബിൾ ത്രെഡ് എന്ന് പറയുന്നത് ഒരു റണ്ണിങ്ങിനൊരു കളറും അതുപോലെ തന്നെ അത് വീവ് ചെയ്തെടുക്കാനായിട്ട് വേറൊരു കളർ ത്രെഡുമാണ് എടുക്കേണ്ടത്. 3 സ്റ്റാൻഡ്സിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പിക്ചർ ഇതിനനുസരിച്ചിട്ട് കുറച്ച് 6 സ്റ്റാൻഡ്സൊക്കെ ഇട്ട് കൊടുക്കാം. അടുത്തത് ജാപ്പനീസ് ഡാണിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് റണ്ണിങ് ചെയ്ത് സെക്കൻഡ് റണ്ണിങ് ചെയ്യുമ്പോൾ കണ്ടോ, ഫസ്റ്റത്തെ ലൈനിൽ റണ്ണിങ് ചെയ്തിട്ട് സെക്കൻഡ് റണ്ണിങ്ങിൻ്റെ ഫസ്റ്റത്തെ റണ്ണിങ്ങിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലാണ് നമ്മൾ റണ്ണിങ് ചെയ്തെടുത്തത്. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതും 2 കളർ ത്രെഡ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. 3 സ്റ്റാൻഡ്സിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ. ഇനി അടുത്തത് ഡബിൾ റണ്ണിങ് എന്ന് പറയുന്നതും 2 കളർ ത്രെഡ് ഇട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് റണ്ണിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ആ ഗ്യാപ്പുകളുണ്ടല്ലോ, ഗ്യാപ്പിൽ ഒരു റണ്ണിങ്ങും കൂടെ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഡബിൾ റണ്ണിങ് ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ്. പിന്നെ അതുപോലെ 2 കളർ ത്രെഡ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഇത്രയാണ് ഡബിൾ റണ്ണിങ്ങിൻ്റെ വേരിയേഷൻസ് വരുന്നത് കേട്ടോ. റണ്ണിങ് ഇൻ്റർലേസിങ്, വിപ്പ്ഡ് റണ്ണിങ് വിത്ത് വേവ്, ജാപ്പനീസ് ഡാണിങ്, ഡബിൾ റണ്ണിങ്. ഓക്കെ, ഇനി അടുത്തത് ബാക്ക് സ്റ്റിച്ചും അതിൻ്റെ വേരിയേഷൻസും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ. സ്ട്രോങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ മെഷീനിൽ തയ്ക്കില്ലേ, ആ മെഷീനിൽ തയ്ക്കുമ്പോൾ അതേ സ്റ്റിച്ചിൻ്റെ ഫീൽ തന്നെയാണ് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോഴും കിട്ടുന്നത് കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു റണ്ണിങ് ഇട്ട് കൊടുക്കുക. റണ്ണിങ് ഇട്ടതിന് ശേഷം കുറച്ച് ഫ്രണ്ടിലേക്ക് കയറിയതിന് ശേഷം ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ അടുത്തേക്കായിട്ടാണ് കൊടുക്കുന്നത്. ഈ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഫസ്റ്റത്തെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അടുത്തത് വിപ്പ്ഡ് ബാക്കും ഞാൻ അവിടെ നിന്ന് വരച്ചിട്ടോ, നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് സ്റ്റിച്ച് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്തിട്ട് അതിനെ വിപ്പ് ചെയ്ത് കൊടുക്കുക. വിപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് വിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ വിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. പിന്നെ എന്നിട്ട് ഡബിൾ കളർ ത്രെഡ് തന്നെയാണ് വരുന്നത്. ഡബിൾ കളർ ത്രെഡ് എന്ന് പറയുമ്പം ബാക്ക് സ്റ്റിച്ചിനൊരു കളറ്, അതുപോലെ വിപ്പ് ചെയ്യാനായിട്ടൊരു കളർ കേട്ടോ. ഇനി അടുത്തത് ബാക്ക് സ്പ്ലിറ്റിന് എടുക്കേണ്ട ത്രെഡ് എന്ന് പറഞ്ഞാൽ 6 സ്ട്രാൻഡ്സാണ്. അത് 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അതായത് 3 സ്റ്റാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു 3 സ്റ്റാൻഡ്സിൻ്റെ ഇടയിലാണ് നമ്മൾ ബാക്കിലേക്ക് ഇറക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഇത് ബാക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി അടുത്തത്
ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ബാക്ക് ഇൻ്റർലേസിങ് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബാക്ക് ഇൻ്റർലേസിങ്ങിനും ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ ഇൻ്റർലേസ് ചെയ്യാനായിട്ട് 6 സ്ട്രാൻഡ്സ് എടുക്കണം കേട്ടോ. ബാക്ക് സ്റ്റിച്ചിന് 3 സ്ട്രാൻഡ്സും ഇൻ്റർലേസിങ്ങിന് 6 സ്ട്രാൻഡ്സാണ് എടുക്കേണ്ടത്. പിന്നെ ഇതുപോലെ ഇൻ്റർലേസ് ചെയ്യുക. കണ്ടോ, ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് ഇതുപോലെ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ നമ്മൾ 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് ഇൻ്റർലേസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്തത് ടർക്കി വർക്ക്. ടർക്കി വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടർക്കി ടവൽസ് ഒക്കെ ഉണ്ടല്ലോ, ആ കർച്ചീഫിലൊക്കെ ഇങ്ങനെ മീതേക്ക് ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. ചില ടർക്കികളിലൊക്കെ കണ്ടിട്ടുണ്ടാവും മീതെ ത്രെഡ് ഇങ്ങനെ പൊന്തിക്കുന്നത്. ആ ഒരു ഫീലാണ് ഈ ഒരു സ്റ്റിച്ചിന് വരുന്നത് കേട്ടോ. ഇത് 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തത് ഷെവറോൺ സ്റ്റിച്ച്. ഷെവറോൺ സ്റ്റിച്ച് ഒരു ബോർഡർ സ്റ്റിച്ചാണ് കേട്ടോ. ബോർഡർ സ്റ്റിച്ചായിട്ട് നമുക്ക് സ്ലീവിന് നെക്കിലൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിന് 2 ലൈൻ വരച്ചിട്ട് ആ 2 ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേ അളവ് ഇതിൽ പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്ക് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് കേട്ടോ. ഇനി അടുത്തത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ചെയിൻ ചങ്ങല തുന്നൽ അല്ലേ, ചങ്ങല തുന്നലാണ്. അതുപോലെ തന്നെ ഇത് ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. പിന്നെ ഇതിനെന്താ പറയുള്ളത്, 3 സ്ട്രാൻഡ്സ് ഇട്ടും 6 സ്ട്രാൻഡ്സ് ഇട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വേരിയേഷൻസ് നോക്കാം. മാജിക് ചെയിൻ. മാജിക് ചെയിൻ എന്ന് പറയുന്നത് ഇതൊരു ചങ്ങല തുന്നലാണ് കേട്ടോ. ചെയിൻ്റെ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു നീഡിലിൽ 2 കളർ ത്രെഡ് കൊടുക്കുക. അതായത് 3 സ്ട്രാൻഡ്സ് ഒരു കളറും അടുത്ത 3 സ്ട്രാൻഡ്സ് മറ്റൊരു കളറും കൊടുക്കുക. ഓപ്പോസിറ്റ് കളറും കൊടുത്തതിന് ശേഷം അങ്ങനെയാണ് നമുക്കിത് 6 സ്ട്രാൻഡ്സ് ആവുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം 2 കളർ വേണം കേട്ടോ, ഡബിൾ കളർ വേണം. ഒരു നീഡിൽ തന്നെ 2 കളർ ത്രെഡാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ചെയിൻ കൊടുക്കുക, പിന്നെ അടുത്ത കളർ ഇട്ടിട്ട് വേറൊരു ചെയിൻ കൊടുക്കുക. ഈ ഒരു ലെവലിലാണ് മാജിക് ചെയിൻ ചെയ്യാണ്ട് കേട്ടോ. മാജിക് ചെയിൻ ചെക്കേർഡ് ചെയിൻ എന്നും പറയും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പെൻ കൊണ്ട് കാണിക്കുന്നത് ബ്ലൂ റെഡ്. അപ്പോൾ നിങ്ങൾ ഏത് കളർ ത്രെഡാണോ ഇടുന്നത് അതിനനുസരിച്ചിട്ട് ഓരോ കളർ ത്രെഡും ഓരോ ചെയിനിൽ മാറ്റി കൊടുക്കുക കണ്ടോ. ഓക്കെ, ഇനി അടുത്തത് കേബിൾ ചെയിൻ. കേബിൾ ചെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു കേബിൾ വരുന്ന രീതിയിലാണ് ചെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ നീഡിൽ ആദ്യം ഒന്ന് ചുറ്റിയതിന് ശേഷമാണ് ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് അവിടെ ആ കേബിൾ ഫോം ചെയ്യുള്ളൂ കേട്ടോ. ഇതാണ് കേബിൾ ചെയിൻ. ഇത് ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ടും ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. ഇനി ഹെവി ചെയിൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഒരു റണ്ണിങ് കൊടുക്കുക. റണ്ണിങ് കൊടുത്തതിന് ശേഷം ആ റണ്ണിങ്ങിലൂടെയാണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ പെറ്റൽസ് പോലെ വരും. ഇത് 2 മെത്തേഡിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റണ്ണിങ് ഇട്ടിട്ട് ആ റണ്ണിങ്ങിലൂടെ തന്നെയാണ് ഈ ഒരു മൊത്തം പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ചെയ്യുന്നത് ആദ്യം ആ റണ്ണിങ്ങിലൂടെ 2 പ്രാവശ്യം നമ്മൾ ചുറ്റിയിട്ട് ഇതുപോലെ പെറ്റൽ ഉണ്ടാക്കുക. അതിന് ശേഷം ഫസ്റ്റത്തെ ആ ഒരു പെറ്റലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ വീണ്ടും കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വീഡിയോസൊക്കെ ഒന്ന് നോക്കുക. ഇനി അടുത്തത് സിഗ്സാഗ് ചെയിൻ. സിഗ്സാഗ് ചെയിൻ എന്ന് പറയുന്നത് ഇത് 6 സ്ട്രാൻഡ്സ് ഇട്ട് ചെയ്യണം കേട്ടോ, ഹെവി ചെയിൻ. അടുത്തത് സിഗ്സാഗ് ചെയിൻ നമ്മൾ പറയുന്നത് ഈ സിഗ്സാഗ് ഷേപ്പിലാണ്. അതായത് ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കുക. സിഗ്സാഗ് ചെയിൻ ആകുമ്പോൾ നമ്മൾ സിഗ്സാഗ് ചെയിൻ എന്ന് പറയുന്നത് റണ്ണിങ്ങിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്സാഗ് റണ്ണിങ് എന്ന് പറയുന്നു. ഇത് ഷേപ്പിനെയാണ് നമ്മൾ സിഗ്സാഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് സിംഗിൾ വീറ്റ് ഇയർ. സിംഗിൾ വീറ്റ് ഇയർ എന്ന് പറയുന്നത് ഈ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു ഇത് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പാണ് കിട്ടുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇവിടെ 1 ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ മീതെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതിന് കൂടുതൽ ഇത് ചെയ്യാൻ അറിയില്ല, അപ്പോൾ ഈ ഒരു ലെവലിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് വീറ്റ് ഇയർ. ഇതൊക്കെ ചെയിൻ്റെ വേരിയേഷൻസ് ആണ് കേട്ടോ. കണ്ടിന്യൂസ് വീറ്റ് ഇയർ നമ്മൾ ഫസ്റ്റത്തെ സിംഗിൾ വീറ്റ് ഇയർ തന്നെ ഉണ്ടല്ലോ, അതുതന്നെയാണ്. അതിങ്ങനെ അടുപ്പിച്ച് വളരെ അടുപ്പിച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ടിന്യൂസ് ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ്. ഇനി ഞാനിതിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പേരും അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസൈൻ പാറ്റേൺ ചെയ്യുന്ന ഡിസൈൻസും ഒന്ന്
കാണിക്കാൻ. പക്ഷെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ടൈമില്ല. കാരണം ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലെത്തുന്നത്. വീട്ടിലെ കാര്യങ്ങളും പിന്നെ മോനും അങ്ങനെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പം അത്രയും ടൈം നമുക്ക് ലാഗായി പോകും നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞവരോട് ഞാൻ പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് മാത്രമായിട്ട് ഞാൻ സെൻഡ് ചെയ്യുന്നത് കേട്ടോ.